നമസ്കാരം. തുടക്കം തന്നെ ഞാൻ എന്റെ പ്രേക്ഷകരോട് പറയട്ടെ, ചില വിഷയങ്ങളിൽ നിങ്ങളുടെ ഒരു ഷെയർ ചിലപ്പോൾ ഒരാളുടെ അവസാന ശ്വാസമായേക്കാം. ഡിജിറ്റൽ കൊലപാതകങ്ങളുടെ കാലഘട്ടത്തിൽ ഇൻസ്റ്റയില്ലാത്ത ലോകത്തേക്ക് സോഷ്യൽ മീഡിയയോടുകൾ പറഞ്ഞയച്ച അവസാന ആളുടെ പേര് ദീപക് എന്നാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് ആരെങ്കിലും പോസ്റ്റ് ചെയ്യാൻ അത് ഷെയർ ചെയ്ത് വൈറലാക്കി സോഷ്യൽ മീഡിയയിൽ വിധി കൽപ്പിക്കുന്ന ആളുകളും പോസ്റ്റുമാനെ പോലെ തന്നെ കൊലപാതകരാണ് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ഡോളർ ഉണ്ടാക്കാൻ മരണത്തിന്റെ നോട്ടിഫിക്കേഷൻ സമ്മാനിക്കുന്ന പോസ്റ്റുകളിലെ ഷെയർ ബട്ടണുകൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ഫോർവേഡ് ചെയ്യുന്ന വിരലുകൾക്ക് ചോരയുടെ മണമുണ്ടാകരുത്. വാർത്തയിലേക്ക്. ദീപക് എന്ന് പറയുന്ന യുവാവ് ആത്മഹത്യ ചെയ്ത വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ ആദ്യം പ്രേക്ഷകരോട് പങ്കുവെക്കുകയാണ്. ശേഷം പല ആളുകളുടെയും ഒക്കെ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. ഇതിൽ ചില രാഷ്ട്രീയ കളികളൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. ആ സ്ത്രീ ഇട്ട വീഡിയോ എങ്ങനെയാണ് 5.5 മില്യൺ ജനം കണ്ടത്? ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് അത് വൈറലായത്? പലരുടെയും വിരൽ ഷെയർ ബട്ടണിൽ അമർത്തിയതോടെ തന്നെയാണ്. അപ്പോ അവര് മാത്രമാണ് കുറ്റക്കാരി? അല്ല. ആ വീഡിയോ ഷെയർ ചെയ്തവരും ദീപകിന്റെ മരണത്തിന് ഒരേപോലെ ഉത്തരവാദികളാണ്. ഷെയർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്തുകൊണ്ട് വിചാരിച്ചില്ല ഈ ഷെയറിന് ഒരു ജീവൻ എടുക്കാനുള്ള ശക്തിയുണ്ടെന്ന്? ഇനി പോസ്റ്റുമാനോട്, നിങ്ങൾക്ക് അത്തരം ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറയാനുള്ള ഇടം സോഷ്യൽ മീഡിയയാണോ? അവിടെ പറഞ്ഞാൽ നീതി കിട്ടുമോ? പോലീസ് സ്റ്റേഷനിലാണ് ഇത്തരം ദുരനുഭവം ഉണ്ടായാൽ പോകേണ്ട ഇടം. അത് ഞാൻ പറഞ്ഞു തരേണ്ടതുണ്ടോ ഈ പൊതുപ്രവർത്തകയായിട്ടുള്ള യുവതിക്ക്? ഇവിടുത്തെ കോടതികൾ അത് സോഷ്യൽ മീഡിയ അല്ലെന്ന് എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു പെൺകുട്ടിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പ്രതി ശിക്ഷിക്കപ്പെടണം, ഒരു തർക്കവുമില്ല. പക്ഷേ സൈബർ ലിഞ്ചിങ് നടത്താൻ ഇട്ടുകൊടുത്തുകൊണ്ടാകരുത്. ദീപകിന്റെ മരണത്തിലേക്ക് നയിച്ച വീഡിയോ പോസ്റ്റ് ചെയ്ത യുവതിയുടെ മകളുടെ ചിത്രം അടക്കമിട്ട് അശ്ലീലം പറയുന്നവരെയും ഒക്കെ നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ കാണാം. ആ കുട്ടി എന്തു പിഴച്ചു? ഇത്തരം വിഷയങ്ങളിലെ സോഷ്യൽ മീഡിയ വിചാരണകൾ ഡിജിറ്റൽ കൊലപാതക ലിസ്റ്റ് കൂട്ടാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. ഒരാൾ മരിച്ചാൽ മാത്രം ഉയരുന്ന ശബ്ദങ്ങളോട് എന്തുകൊണ്ട് മരണത്തിന് വേണ്ടി കാത്തിരിക്കണം എന്ന് ചോദിച്ചു പോവുകയാണ്. അത് ചോദിക്കുക തന്നെ വേണം. ആ പെൺകുട്ടി പോസ്റ്റ് ചെയ്ത് എത്ര ദിവസം കഴിഞ്ഞാണ് ദീപക് എന്ന് പറയുന്ന ഈ യുവാവ് ആത്മഹത്യ ചെയ്തത്? മരണം വരെ കാത്തിരിക്കണമായിരുന്നോ യുവതിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ നിയമ പോരാട്ടം നടത്താൻ വേണ്ടി സടകുടഞ്ഞ് എഴുന്നേറ്റിരിക്കുന്ന പല ആളുകൾക്കും? അപ്പോ ഇത്തരം വിഷയങ്ങളിൽ പെട്ടെന്ന് സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നവർ ദീപകിന് വേണ്ടി എന്ന് പറഞ്ഞ് കയ്യടി മേടിക്കാൻ ഇറങ്ങുന്നവരാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മരിച്ചവരാരും തിരിച്ചു വന്ന ചരിത്രമില്ലെന്നേ, പക്ഷെ മരണത്തിൽ നിന്ന് കൈപിടിച്ചു കയറ്റിയ ചരിത്രങ്ങൾ ഏറെയുണ്ട് നമ്മുടെ മുമ്പിൽ. ഇനി കേസിലെ കൂടുതൽ അപ്ഡേറ്റ് കൂടി നമുക്ക് നോക്കാം. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശിയായിട്ടുള്ള ദീപക് ആത്മഹത്യ ചെയ്യാൻ കാരണം അപമാനവും മാനസിക സംഘർഷവുമാണെന്ന് ഈ പോലീസിന് കൊടുത്ത പരാതിയിൽ പറയുന്നുണ്ട്. പരാതിയിൽ അന്വേഷണം നടത്താനുള്ള നീക്കത്തിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് എന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നു. വീഡിയോ പ്രചരിപ്പിച്ച യുവതി ശിക്ഷിക്കപ്പെടണമെന്നും മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നും ദീപകിന്റെ പിതാവ് ഉള്ളാട്ടുതൊടി ചോയ് ഇന്ന് മാധ്യമങ്ങളോട് പറയുന്ന കാഴ്ച കൂടി കാണാനിടയായി. ചെയ്യാത്ത കുറ്റത്തിനാണ് മകന് ജീവൻ നഷ്ടമായതെന്ന് അമ്മ കനിക നിറകണ്ണുകളോടെ പറയുന്ന കാഴ്ചയും ഇന്ന് നമ്മൾ കണ്ടു. യുവതി പങ്കുവച്ച വീഡിയോയിൽ മനം നൊന്താണ് ദീപക് ആത്മഹത്യ ചെയ്തതെന്നും വ്യക്തിഹത്യ ചെയ്തതെന്നും ബന്ധുക്കളും ഒക്കെ ആരോപിക്കുന്നുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ണൂരിലേക്കുള്ള യാത്രയിൽ ബസ്സിൽ വെച്ച് ദീപക് അപമര്യാദയായി പെരുമാറിയെന്നായിരുന്നു വീഡിയോ സഹിതം യുവതി സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ചുകൊണ്ട് പറയുന്ന കാഴ്ച നമ്മൾ കണ്ടത്. വീഡിയോ വ്യാപകമായി പ്രചരിച്ചതിന് പിന്നാലെ ദീപക് മനോവിഷമത്തിലായിരുന്നുവെന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും പറയുന്നത് നമ്മൾ കണ്ടു. ബസ്സിൽ വെച്ച് അതിക്രമം നേരിട്ടെന്ന് കാണിക്കുന്ന വീഡിയോ ആദ്യം പങ്കുവെക്കുകയും പിന്നീട് ഇത് ഡിലീറ്റ് ചെയ്ത് മറ്റൊരു വിശദീകരണ വീഡിയോ, അതായത് ഒരു റിയാക്ഷൻ വീഡിയോ കൂടി യുവതി പുറത്തിറക്കുന്ന കാഴ്ചകൾ കൂടി നമ്മൾ കണ്ടു. അതിനുശേഷമാണ് വലിയ രീതിയിൽ തന്നെ ദീപക് വേട്ടയാടാൻ തുടങ്ങിയത്. പിന്നാലെ ഞായറാഴ്ച രാവിലെ ഗോവിന്ദപുരത്തെ വീട്ടിൽ ദീപകിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പിന്നീടാണ് ഇതൊരു വലിയ ബ്രേക്കിംഗ് ന്യൂസായി മാറിയത്. യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ യുവതിക്കെതിരെ പരാതിയുടെ പ്രവാഹമാണ് കാണാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രിക്കും DGP റവാഡ ചന്ദ്രശേഖരനും കോഴിക്കോട് സിറ്റി പോലീസിനും ഒക്കെ വലിയ രീതിയിൽ പരാതികൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യം അറിയാൻ സാധിക്കുന്നു. അതേസമയം ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തുവെന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. യുവതിയുടെ സമൂഹ മാധ്യമ പോസ്റ്റിലെ അവഹേളനമാണ് ആത്മഹത്യക്ക് കാരണമെന്ന പരാതിയിൽ പ്രത്യേക FIR ഇട്ടിട്ടില്ല എന്ന മാധ്യമ വാർത്തകൾ കൂടി കണ്ടു. വീഡിയോ പെൺകുട്ടി അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കും മുമ്പ് ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുക എന്ന് തന്നെയാണ്. പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുക എന്നതാണ്. വീഡിയോ തെളിവിനായി കൊടുക്കുക എന്നതാണ്. പക്ഷേ വീഡിയോ പോസ്റ്റ് ചെയ്ത യുവതി അത്തരം കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുസ്ലിം ലീഗ് നേതാവും മുൻ പഞ്ചായത്ത് അംഗവും ഒക്കെയായ ഒരു പൊതുപ്രവർത്തകർ ഇത്തരം വിഷയത്തെ ഒട്ടും ജാഗ്രതയില്ലാതെ കൈകാര്യം ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മാത്രവുമല്ല, ഇവരുടെ ഇൻസ്റ്റയിൽ വൈറൽ കണ്ടന്റുകളിലൂടെ ശ്രദ്ധ നേടാനായി നിരവധി ശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ട വീഡിയോകളും ഒക്കെ കാണാനിടയായി. യുവതിയുടെ അറസ്റ്റിനായ പ്രതിഷേധം ഉയർന്നതോടെ അക്കൗണ്ടുകൾ ലോക്ക് ചെയ്ത് യുവതി സോഷ്യൽ മീഡിയയിൽ നിന്ന് മുങ്ങിയെങ്കിലും ഇവർ പോസ്റ്റ് ചെയ്ത പല വീഡിയോകളും
ഡൗൺലോഡ് ചെയ്തവർ രൂക്ഷ വിമർശനങ്ങളാണ് ഇവർക്കെതിരെ ഇപ്പോഴും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ദീപകിന്റെ ബന്ധുക്കളുടെ മൊഴിയെടുത്തേക്കുന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. സ്വാഭാവിക മരണക്കേസിൽ അന്വേഷണം നടത്തി പിന്നീട് വകുപ്പുകൾ ചേർക്കാനാണ് പോലീസിന്റെ തീരുമാനമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എലോൺ മസ്ക് പറഞ്ഞ ഒരു വാചകം ഈ നിമിഷത്തിൽ ഓർത്തു പോവുകയാണ്. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കരുത്. സന്ദർഭത്തിൽ നിന്ന് മാറ്റിയെടുക്കുന്ന കാര്യങ്ങൾ വലിയ അപകടങ്ങൾ ഉണ്ടാക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. യുവാവിന്റെ മരണത്തിന് പിന്നാലെ യുവതിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനങ്ങൾ ഇപ്പോഴും നിലയ്ക്കാതെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വിമർശിച്ചും പിന്തുണച്ചുമൊക്കെ പലരും രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിനിടയിൽ ദീപകിനെ ഉപയോഗിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ വരെ വെള്ളപൂശി രാഹുൽ ഈശ്വറും രംഗത്തെത്തിയത് വല്ലാത്ത രീതിയിൽ എന്നെ ഒന്ന് ഞെട്ടിപ്പിച്ചു എന്നാണ് പറയാനുള്ളത്. എന്തായാലും രാഹുൽ ഈശ്വറിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് നോക്കാം. ദീപക് ഒരു രക്തസാക്ഷിയാണ്. ആരും സഹായിക്കാനില്ലാത്ത, നിയമപരമായി സംരക്ഷണമില്ലാത്ത നമ്മളെപ്പോലുള്ള ഒരു സാധാരണ പുരുഷൻ, മനുഷ്യൻ. ജസ്റ്റിസ് ഫോർ ദീപക്. വ്യാജ പരാതിയിൽ മണന്നൊന്ന് വ്യാജ വീഡിയോയിൽപ്പെട്ട് ആത്മഹത്യ ചെയ്ത വ്യക്തി ദീപക് ഒരാൾ മാത്രമല്ല. രാഹുൽ മാങ്കൂട്ടത്തിലും ഇതുപോലെ എത്ര വ്യാജ പരാതികളിലാണ് പെട്ടത് എന്നാണ് പറയുന്നത്. എന്നാലോചിച്ച് നോക്കി, ദീപകിന്റെ വിഷയം വെച്ച് രാഹുലിന് വെള്ളപൂശിയാണ്. രാഹുലിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് അയാൾ ഈ സമയം വരെ അത് നിഷേധിക്കുകയോ പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങൾ വ്യാജമാണെന്ന് പറയുകയോ ചെയ്തിട്ടില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വിളിപ്പിക്കാൻ രാഹുൽ ഈശ്വർ കാണിച്ചു കൂട്ടുന്ന ഈ കാട്ടിക്കൂട്ടൽ കാണുമ്പോൾ ഇതിനെ തോന്നിവാസം എന്നാണ് രാഹുലെ പറയുന്നത് എന്ന് പറഞ്ഞു വെക്കുക. ഇനി അവനെ എന്തുമാത്രം വേട്ടയാടി ഒരു വ്യാജ പരാതി വീഡിയോ 1000 അധിക്ഷേപം ചില വ്യാജ പരാതികളിൽ രാഹുൽ മാങ്കൂട്ടത്തിലും അമ്മയും സഹിച്ചു. രാഹുൽ കടന്നുപോയ വേദന, ഒറ്റപ്പെടൽ എനിക്കറിയാം. ഞാൻ ചെയ്ത വീഡിയോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ വിളിച്ച് ഡിലീറ്റ് ചെയ്യിപ്പിച്ചതാണ്. എന്റെ വേദന എന്റെ സ്വകാര്യതയിൽ ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ചോളാം എന്ന് രാഹുൽ പറഞ്ഞപ്പോൾ എന്റെ കണ്ണാണ് നിറഞ്ഞത്. അതെ, ഉമ്മൻചാണ്ടി സർ, ദിലീപ്, നിവിൻ പോളി, എൽദോസ് കുന്നപ്പള്ളി, മുകേഷ്, രാഹുൽ മാങ്കൂട്ടത്തിൽ, സിദ്ദിഖ്, ഒമർ ലലു ഇവരെല്ലാം നമ്മുടെ സഹോദരങ്ങളാണ്. ഏതോ അമ്മയുടെ അച്ഛന്റെ മകനാണ്. നാളെ നമ്മുടെ മകന്, സഹോദരന് വ്യാജ പരാതികളിൽ കുടുങ്ങി ജീവിതം അവസാനിപ്പിക്കാനുള്ള ഗതി ഉണ്ടാകാതിരിക്കാനാണ് മെൻ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് ഇവന്റെ ഇത് മൊത്തം വായിക്കാൻ ഇരിക്കാൻ അറക്കുകയാണ്. അങ്ങനെ ഒരു സാധനമാണ്. അതുപോലെ തന്നെ മറ്റൊരു പോസ്റ്റ് കൂടി ഇടുന്നു. പുള്ളി ഇങ്ങനെ കുറെ പുള്ളിനെ വിളിപ്പിക്കുന്നു. പുള്ളിയുടെ ബൂസ്റ്റിംഗ് ഇതൊക്കെ കഴിഞ്ഞിട്ട് പുള്ളി അതിന്റെ അടിയിൽ കൊടുത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് ഞാൻ പരാതി അയച്ചിട്ടുണ്ട്. ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്നൊന്നും എഴുതിയ കപ്പിന്റെ ഫോട്ടോ എടുത്ത് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു അനുശോചനം ഫേസ്ബുക്കിൽ കുറിച്ചുകൂടെ സഖാവെ. ദീപക് അതിജീവിതനായില്ല, വ്യാജ പരാതി അതിജീവിച്ചില്ല, വീണുപോയി. പുരുഷനാണെങ്കിലും മനുഷ്യനല്ലേ, സഖാവിനൊരു അനുശോചനം പറഞ്ഞുകൂടെ എന്നൊക്കെയാണ് ഈ രാഷ്ട്രീയം കളിക്കുകയൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തേക്ക് വെള്ളപൂശുന്ന ഈ മൂപ്പരിറങ്ങി ആ ദീപകിന്റെ മരണത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയം കളിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇതിനിടയിൽ പെൺകുട്ടിക്ക് അനുകൂലമായ പോസ്റ്റുമായി ശ്രീലക്ഷ്മി അറക്കലും രംഗത്തെത്തി. ഈ ഇടക്കാലത്ത് നടന്ന ചില സംഭവങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് ശ്രീലക്ഷ്മി രംഗത്തേക്ക് വന്നത്. നമുക്ക് ശ്രീലക്ഷ്മിയുടെ പോസ്റ്റ് കൂടി ഒന്ന് നോക്കാം. സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടി പെൺകുട്ടി ചെയ്ത വീഡിയോ എന്നാണ് മസ്താനി പണ്ട് സവാദിനെതിരെ വീഡിയോ ചെയ്തപ്പോഴും ആൾക്കൂട്ടം വിധി എഴുതിയത്. ഒടുവിൽ എന്തായി? സവാദ് പിന്നെയും ക്രൈം ചെയ്തുകൊണ്ടിരുന്നു. ഒടുവിൽ മസ്താനിയാണ് ശരിയെന്ന് ബോധ്യപ്പെട്ടു. ആ വീഡിയോ പുറത്തുവിട്ടപ്പോൾ എന്തൊക്കെ ആക്രമണമാണ് മസ്താനി നേരിട്ടത് ഓർക്കുന്നുണ്ടോ? ഇപ്പോൾ ഈ പെൺകുട്ടിക്ക് നേരെയും പറയുന്ന വാചകം ഇതാണ്, സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ എന്ന. ഏത് പെണ്ണിനാണ് ഇവിടെ സോഷ്യൽ മീഡിയ വഴി സപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്? ഏത് സ്ത്രീകളും അവർക്ക് എതിരെ എന്തെങ്കിലും നടക്കുന്നത് തെളിവ് സഹിതം കാണിച്ചാലും അവരെ തെറി പറയാനും ഏറിൽ കയറ്റാനും മാത്രമേ ഇവിടുത്തെ ആളുകൾ നിന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇല്ലാത്ത വയലൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യാൻ പെണ്ണുങ്ങളുടെ തലയ്ക്ക് ഓളമൊന്നുമില്ല. അതുകൊണ്ട് വൈറലാകാൻ ചെയ്തു എന്ന നുണ ഒന്നും അധികം പ്രചരിപ്പിക്കാതെ ഈ നുണ പ്രചരിപ്പിക്കുന്ന നിങ്ങളുടെ വീട്ടിൽ നാളെ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ലൈംഗിക അതിക്രമം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറയുന്നു. ഇന്നലെ വിഷയത്തിൽ എനിക്ക് ഏറ്റവും മികച്ച അഭിപ്രായം എന്ന് തോന്നിയത് ഡോക്ടർ സൗമ്യ സരിന്റെ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കുറിപ്പാണ്. അതുകൂടി നമുക്ക് നോക്കാം. ബസ്സിൽ വെച്ച് മോശമായി പെരുമാറിയെന്ന് കാണിച്ച് യുവതി പോസ്റ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാം റീലിലെ യുവാവ് ആത്മഹത്യ ചെയ്തു. ആദ്യമേ പറയട്ടെ, ഒരാൾക്ക് നേരെ ഒരു അതിക്രമം നടന്നാൽ അതിന് തീർപ്പ് ഉണ്ടാക്കേണ്ട സ്ഥലമല്ല സോഷ്യൽ മീഡിയ. ഇത് കോടതിയോ നിയമ സംവിധാനമോ അല്ല. ഇവിടെ ഉണ്ടാകുന്ന തീർപ്പുകൾക്ക് ഇതുപോലെ ജീവന്റെ വിലയുണ്ട്. നമുക്ക് നേരെ ഒരു അതിക്രമം നടന്നാൽ നിങ്ങൾക്ക് അത് വീഡിയോ എടുക്കാം, ആരും കുറ്റം പറയില്ല. പക്ഷെ അത് തെളിവായി മാത്രം ആകണം. അല്ലാതെ അത് പരസ്യമായി പോസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ ഉദ്ദേശം തന്നെ സംശയിക്കപ്പെടും എന്നതിൽ തർക്കമില്ല. ഇന്ന് ഇത്തരത്തിലൊരു വീഡിയോ പ്രചരിച്ചാൽ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ആളുകൾ പ്രതികരിക്കുന്നതെന്ന് നമ്മൾ കാണുകയാണ്. വധശിക്ഷ വരെ വിധിച്ചു കായുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അതിൽ കാണിക്കുന്ന വ്യക്തിക്ക് എന്തൊക്കെ കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ടി വരും എന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കില്ല. ഈ വീഡിയോ നശിപ്പിച്ചത് ഒരു യുവാവിന്റെയും അവന്റെ മാതാപിതാക്കളുടെയും ജീവിതം മാത്രമല്ല, ഈ നാട്ടിൽ യഥാർത്ഥത്തിൽ പല രീതിയിൽ ശാരീരിക പീഡനം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് കിട്ടേണ്ട നീതി കൂടിയാണ്. ഇങ്ങനെയുള്ള കേസുകൾ കൂടുമ്പോൾ യഥാർത്ഥ കേസുകൾ പോലും സംശയ മുനയിലാകും. സമൂഹത്തിന് ഇതിനെതിരെ പ്രതികരിക്കാൻ കൂടി തോന്നാതെയാകും. അത് യഥാർത്ഥ വേട്ടക്കാർക്ക് കൂടുതൽ സൗകര്യം ആവുകയുള്ളൂ. കുട്ടിക്കാലം മുതൽ സ്കൂളിൽ പോയിരുന്നത് ലൈൻ ബസ്സിൽ ആണ്. എത്രയോ തവണ ഇത്തരത്തിൽ ശാരീരിക പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യണം എന്നറിയാതെ കരഞ്ഞിട്ടുണ്ട്, പകച്ചുപോയിട്ടുണ്ട്. ഇന്നും അത് അനുഭവിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട്. പക്ഷേ അതിനുള്ള വഴി ഇതല്ല. ഇവിടെ ഒരു നിയമ സംവിധാനമുണ്ട്. വീഡിയോ തെളിവിനായി എടുക്കാം. പക്ഷേ അത് കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ സാധിക്കില്ല. സഹോദരി, നിങ്ങൾക്ക് മാന്യമായി പരാതി കൊടുക്കാമായിരുന്നു. ആ വീഡിയോയിൽ
അസ്വാഭാവികമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്കെതിരെ കേസെടുക്കട്ടെ, അന്വേഷിക്കട്ടെ. അല്ലാതെ ഇതാണോ നീതി കിട്ടാനുള്ള വഴി? എന്നിട്ട് നിങ്ങൾക്കിപ്പോൾ നീതി കിട്ടിയോ? സോഷ്യൽ മീഡിയയിൽ കയ്യിൽ കിട്ടുന്നത് എന്തും പോസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കുക, അപ്പുറത്ത് നിൽക്കുന്നവനും ഒരു ജീവിതമുണ്ടെന്ന് എന്നാണ് സൗമ്യ കുറിച്ചത്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞ ഒരു കാര്യമാണ് ഓർമ്മ വരുന്നത്. ഒരാളുടെ സൽപ്പേര് നശിപ്പിക്കാൻ ഒരു നുണ മതി, എന്നാൽ അത് തിരിച്ചു പിടിക്കാൻ ഒരു ആയുസ് മുഴുവൻ വേണ്ടിവരും. എത്ര സത്യമാണല്ലേ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.